സുവിശേഷ മൂല്യങ്ങൾക്ക് അനുസരണമായിട്ട് സമൂഹത്തിൽ കർത്താവിനെ സാക്ഷിക്കുവാനായിട്ട് തയ്യാറെടുക്കുക. സുവിശേഷങ്ങളെ മാറ്റി നീക്കി വെച്ചിട്ട് ഭരണഘടന എടുത്തു പിടിച്ചാലോ മറ്റ് വിധികൾ എടുത്തു പിടിച്ചാലോ അതല്ല സാക്ഷ്യം, അതല്ല സാക്ഷ്യം, അതല്ല സാക്ഷ്യം എന്നാണ് ബോധമുണ്ടാകുന്നത്. നിങ്ങൾക്ക് തോന്നിയേക്കാം, ഞങ്ങളോട് തിരുമേനി ഇത്ര ഘോരം പറയുന്നതൊക്കെ നല്ലത് സുന്നതോസിൽ പറയുന്നതല്ലേ എന്ന്. പറഞ്ഞിട്ടുണ്ടോ? അതുകൊണ്ട് തന്നെയാണ് ഇനിയും സാധാരണക്കാരോടൊന്ന് പറഞ്ഞു നോക്കാം, എവിടെയെങ്കിലും നടക്കുമെന്ന് നോക്കാം. കേരളത്തിലെ എല്ലാ ഭദ്രാസനങ്ങളിലും പള്ളികളിൽ വിധികൾ എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് ചില നിർദ്ദേശങ്ങളൊക്കെ ഉണ്ടായി. അടൂർ കളമനാടും ഉണ്ട് 3 പള്ളികൾ ഞങ്ങൾക്ക് വായക്കാരുടെ കയ്യിലിരിക്കുന്നത്. അവിടെ എക്സിക്യൂഷൻ പെറ്റീഷൻ കൊടുക്കണമെന്ന് എന്റെ ആളുകൾ എന്നോട് പറഞ്ഞു. എന്റെ അടുത്ത് വന്നവരോട് ഞാൻ പറഞ്ഞു, 6 ദേവാലയങ്ങൾ അടൂർ പള്ളി ടൗണിലുണ്ട്. ഈ 6 ദേവാലയങ്ങളിലും വിശ്വാസികൾ നിറഞ്ഞു നിന്ന് കഴിഞ്ഞിട്ട് നിൽക്കാൻ സ്ഥലമില്ലെങ്കിൽ പള്ളി ഞാൻ പിടിച്ചു തരാം. പുണ്യവാനാകാനായിട്ടല്ല, ഇതുവരെ മിണ്ടാതെ എന്ന കുറെ രഹസ്യങ്ങളാണ്. ഇനി എന്തു സംഭവിച്ചാലും തുറന്നു പറഞ്ഞില്ലെങ്കിൽ എന്റെ മനസാക്ഷി എന്നെ കുത്തും. ആരെങ്കിലും പറയണം, ആരെങ്കിലും വിശുദ്ധ വിഡ്ഢികളാകണം. സഹദായെ ഓർക്കുന്നു. സഹദായുടെ പണി എന്താ? വീട്ടിലെ കോഴിയെ കാക്കുക, പാമ്പനെ ഓടിച്ചു കളയുക, ഇങ്ങനെയുള്ള ചുരുക്കം കാര്യങ്ങളിൽ സഹദാമാരെ നിർത്തിയിരിക്കുകയാണ്. സഹദന്മാരാരാണ്? ക്രിസ്തുവിന് വേണ്ടി സാക്ഷ്യം നിന്നവരാണ്. ക്രിസ്തുവിന് വേണ്ടി സാക്ഷ്യം നിൽക്കാനാണ് എന്റെ നിങ്ങളുടെയും വിളി. ആ സാക്ഷ്യം നിർവഹിക്കേണ്ടത് ഇന്ന് രക്തം ചൊരിഞ്ഞുകൊണ്ടല്ല, മറിച്ച് ക്രിസ്തു പറഞ്ഞിരിക്കുന്ന ചില വിട്ടുവീഴ്ചകളും സമാധാനത്തിന് വേണ്ടി 1 അല്ല 7 അല്ല 70 വട്ടം ക്ഷമിക്കണമെന്ന് പറഞ്ഞ കർത്താവ് അത്രയൊന്നും സാധിച്ചില്ലെങ്കിലും, ഒരു തവണ ക്ഷമിക്കുവാൻ സാധിച്ചില്ലെങ്കിൽ എന്തിനാണ് നമ്മൾ ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നത്? എന്തിനാണ് ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നത്? നിങ്ങൾ ഓർക്കണം, സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ കേരള സംസ്ഥാനത്ത് 27% ക്രൈസ്തവരായിരുന്നു. ഇന്ന് എത്രയുണ്ട് ക്രൈസ്തവ സമൂഹം? യൂറോപ്പ് മുഴുവൻ ക്രിസ്തീയ രാജ്യങ്ങളായിരുന്നു. നമ്മൾ പാടുന്ന പഴയ വർത്തമാസിക സൈക്കാരൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്ന ക്രിസ്തീയ കീർത്തനങ്ങളുണ്ടല്ലോ, അതെല്ലാം തന്നെ മെത്തഡിസ്റ്റ് ഹിംനൽ എന്ന് പറഞ്ഞ് അവർ തയ്യാറാക്കിയ ആത്മനിറമുള്ള ഗീതങ്ങളായിരുന്നു. ഇതെന്തിയ യൂറോപ്യൻ പള്ളികൾ? എത്രയോ പള്ളികൾ ബാറുകളായി മാറിയിരിക്കുന്നു. എത്രയോ പള്ളികൾ മ്യൂസിയങ്ങളായി മാറിയിരിക്കുന്നു. നമുക്കറിയാം, പോപ്പിന്റെ തിരഞ്ഞെടുപ്പൊക്കെ വന്നപ്പോ നിങ്ങൾ സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടു, ഇത്ര കോടി ജനങ്ങളുടെ അധിപനാണ്, ആളുകൾ തിങ്ങിക്കൂടുന്നതൊക്കെ കാഴ്ചയുണ്ട്. അത് ശരിയാണ്. പക്ഷേ പോയി നോക്കണം, ദേവാലയങ്ങളിൽ മനുഷ്യരുണ്ടോ? 5 വർഷം അമേരിക്കൻ ഡയസിന്റെ ചുമതലയുള്ള ഒരു വ്യക്തി കൂടിയായിരുന്നു.